ഹലോ എവ്രി വൺ. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ടി പോകുന്നത് എപ്പോഴും എക്സാമുകൾക്ക് വെറും കോമ്പറ്റേറ്റീവ് എക്സാമിന് മാത്രമല്ല, അക്കാഡമിക് എക്സാമിന് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള എക്സാമിലും ബേസിക്കലി ചോദിക്കുന്ന ഒരു കാര്യമാണ് പി എച്ചും ബഫറും. സോ എന്താണ് ആക്ച്വലി ഈ പി എച്ച്, എന്താണ് ആക്ച്വലി ഈ ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് ഇത് എന്താണെന്നുള്ള ഒരു സ്റ്റഡീസാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പി എച്ച് എന്താണ്, ബഫർ എന്താണ് എന്നൊക്കെ പറയുന്നതിന് മുൻപ് ബേസിക്കലി നിങ്ങൾക്ക് അറിയുന്ന ഒരു ടേം ആയിരിക്കും എന്ത്, വാട്ടർ അല്ലേ. വാട്ടർ എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ പറയും അല്ലേ, ഇത് നമ്മൾ വെള്ളമല്ലേ എന്ന് നമ്മൾ പറയുമായിരിക്കും. പക്ഷെ കുറച്ചുകൂടി ഹയർ ലെവലിൽ പറയുകയാണെങ്കിൽ എന്ത് പറയും, വിച്ച് ഇസ് H2O എന്ന് പറയും അല്ലേ. H2O ഫോമിൽ മാത്രമാണ് നമ്മളെപ്പോഴും കാണാൻ വേണ്ടി പറ്റുക. ഒരു വെള്ളത്തിൽ നമ്മൾ H2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെ നോക്കുകയാണെങ്കിൽ അതിനെപ്പോഴും നമ്മൾ അൺചാർജ്ഡ് ആയിട്ടുള്ള ഫോമിൽ മാത്രമാണോ കാണുക. ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആണോ കാണുക എന്നുള്ളൊരു ചോദിക്കുന്ന സമയത്ത് അതിലെന്തോ ഒന്ന് ഒളിഞ്ഞുണ്ടാവും എന്നുള്ളതൊരു മനസ്സിലാകാണ്ടി പറ്റും അല്ലേ. ആബ്സല്യൂട്ട്ലി അതിലൊരു കൈൻഡ് ഓഫ് ആൻ അയണൈസേഷൻ നടക്കുന്നുണ്ടെന്ന് പറയും. ഈ വെള്ളത്തിൽ, ഈ പറയുന്ന നമ്മുടെ വാട്ടറിൽ ഒരു അയണൈസേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അയണൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വാട്ടറിൽ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അയണൈസേഷൻ ഓഫ് ദ വാട്ടറാണ് നമ്മൾ ആദ്യം പറയാണ്ടി പോകുന്നത്. ഈ വാട്ടറിന് ഒരു സ്ലൈറ്റ് ടെൻഡൻസി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളത്, അയോൺസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ അയോൺസ് ആയിട്ട് മാറിയ ഉടനെ തന്നെ അവർ വീണ്ടും എന്ത് ചെയ്യും, വാട്ടർ ഫോമിലേക്ക് മാറും. അപ്പോൾ ഇതെങ്ങനെയാണ് അയോൺസ് ഫോം ചെയ്യുന്നത് നോക്കിക്കോളൂ. ഈ പറയുന്ന H2 എന്ന് പറയുന്ന ഈ ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂള് ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു അയണൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്, H+ എന്ന് പറയുന്നതും പ്ലസ് OH എന്ന് പറയുന്നതും രണ്ട് അയോൺസ് ഫോം ചെയ്യാണ്. അപ്പോൾ ഇതിനൊരു പേരുണ്ടാവുമല്ലോ, ഒബ്വിയസ്ലി ഉണ്ടാവും അല്ലേ. നമ്മളിന്ന് H+ പറയുന്ന പേരാണ് ഹൈഡ്രജൻ അയൺ. എന്താ പറയുക, ഹൈഡ്രജൻ അയൺ എന്ന് പറയും. ഈ ഹൈഡ്രജൻ അയണിന് നമ്മൾ യൂഷ്വലി വേറൊരു കാര്യം കൂടി പറയും. എന്താ പറയുക, പ്രോട്ടോൺ എന്ന് പറയും. ഓക്കെ, ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന വേറെ ആരുമല്ല, നമ്മുടെ H+ ആണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ OH- നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് പറയുക, ഹൈഡ്രോക്സൈഡ് എന്നാണ് പറയുക. എന്താ പറയുക, ഹൈഡ്രോക്സൈഡ് അയൺ എന്നാണ് പറയുക. സോ വാട്ടറിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു അയണൈസേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന രണ്ട് അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹൈഡ്രജൻ അയണും മറ്റേതേതാണ്, ഹൈഡ്രോക്സൈഡ് അയണും ആണ്. ഇതിൽ ഹൈഡ്രജൻ അയണിനെ നമ്മൾ പ്രോട്ടോൺ എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് നമുക്കൊരു സ്ലൈറ്റ് ആയിട്ടുള്ള അയണൈസേഷനിലൂടെ കിട്ടുന്നത്. Although we commonly show the dissociation product of the water as H+, ഒരു ഫ്രീ പ്രോട്ടോൺസ് ആയിട്ട് കൊണ്ട് that do not exist in solution. അപ്പം നമ്മൾ പെട്ടെന്ന് ഇത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പറയുന്നെങ്കിലും ഈ പറയുന്ന കോമൺ ഡിസോസിയേഷനിലൂടെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ അയണിലും ഹൈഡ്രോക്സൈഡ് അയണിലും ഒരു പ്രശ്നമുണ്ട്. ചില ആൾക്കാർക്ക് ഒരിക്കലും തനിച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ, തനിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, തനിച്ച് സ്കൂളിൽ പോകാൻ വേണ്ടി പറ്റില്ല, കോളേജിൽ പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുള്ളതുപോലെ ഈ പറയുന്ന പ്രോട്ടോൺ, അതായത് നമ്മുടെ സ്വന്തം H+ എന്ന് പറയുന്ന ഹൈഡ്രജൻ അയണ് ഫ്രീ പ്രോട്ടോൺ ആണല്ലേ. ഈ ഫ്രീ പ്രോട്ടോൺ ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ എ സൊല്യൂഷനിൽ അവർ ഒറ്റക്ക് നിൽക്കുകയേ ചെയ്യില്ല. അവർക്ക് ആരെങ്കിലും കമ്പനി എപ്പോഴും വേണം. അപ്പം അതിന് വേണ്ടി ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഹൈഡ്രജൻ അയൺ ഫോംഡ് ഇൻ ദ വാട്ടർ ആർ ഇമ്മീഡിയറ്റ്ലി ഹൈഡ്രേറ്റഡ് ടു ഫോം ദ ഹൈഡ്രോണിയം അയൺ. സോ സംഭവം എവിടത്തേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് എന്തുണ്ടാവും, ഒരു H+ഉം അതുപോലെ തന്നെ ഓക്കെ, അതായത് ഹൈഡ്രജൻ അയണും അതുപോലെ തന്നെ ഹൈഡ്രോക്സൈഡ് അയണും കിട്ടുമെന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു ഇവർ പാവം അല്ലേ, ഈ പറയുന്ന ഹൈഡ്രജൻ അയണും ഒറ്റക്ക് നിൽക്കാൻ ഇഷ്ടമില്ല. ഇവർ പെട്ടെന്ന് തന്നെ എങ്ങോട്ടേക്ക് പോകും, വാട്ടറിന് ഓടിപ്പോയിട്ട് കണ്ടുപിടിക്കും. അപ്പം എപ്പോഴും ഈ H+ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് അവർ ഓടി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആരപ്പരെ കമ്പൈൻ ചെയ്യും, ഒരു വാട്ടറിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യും അല്ലേ. നമുക്ക് എന്ത് പറയാം, ഇതിങ്ങനെ വാട്ടറിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാണ് അല്ലേ. പുതിയൊരു വാട്ടറിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കൂടെ യോജിച്ചിട്ട് വേഗം ഏത് ഫോമിലേക്ക് മാറും, H3O+ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മാറും. അപ്പോൾ ഇതിനൊരു പേര് വേണ്ടേ, അല്ലെങ്കിൽ വളരെ മോശമല്ലേ. യെസ്, ഇതിൻ്റെ പേരാണ് ഹൈഡ്രോണിയം അയൺ. അപ്പോൾ നമ്മൾ കുറേ അയണുകളുടെ പേര് ഇപ്പോൾ പുതുതായിട്ട് പഠിച്ചു എന്ന് തോന്നുന്നു. ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന H+ന് എന്ത് പേരാണ് പറഞ്ഞത്, ഹൈഡ്രജൻ അയൺ എന്ന് പറയും. OH- പേരെന്തായിരുന്നു, OH- പേരെന്തായിരുന്നു,
ഹൈഡ്രോക്സൈഡ് അയൺ ആണ്. ഇനി ഈ പറയുന്ന H3 അല്ലേ, H3O+ൻ്റെ പേരെന്തായിരുന്നു? ദാറ്റ് ഈസ് ഹൈഡ്രോണിയം അയൺ. സോ ആക്ച്വലി ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാലോ. ഓക്കെ, എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാട്ടർ മോളിക്യൂൾസ് ആണ് ഇതുവരെ കഥയിൽ വന്നിട്ടുള്ളത് അല്ലേ. കഥയിൽ 2 ആൾക്കാരാണ് വന്നത്. എന്നിട്ട് ഈ 2 ആൾക്കാർ എന്ത് ചെയ്തു? മാറിയിട്ട് ഓക്കെ, നമുക്ക് അവസാനം കിട്ടിയ റിസൾട്ട് മാത്രമാണ് ഞാൻ എഴുതുന്നത്. H3O+, അതായത് നമ്മുടെ സ്വന്തം ഹൈഡ്രോണിയം അയണും അതുപോലെ തന്നെ OH- ഹൈഡ്രോക്സൈഡുമാണ് ഫൈനലി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2 വാട്ടർ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി വി ആർ ഗെറ്റിംഗ് ആൻ ഹൈഡ്രോണിയം അയൺ ആൻഡ് ഹൈഡ്രോക്സൈഡ് അയൺ. ഓക്കെ, സോ pHൻ്റെയും ഈ പറയുന്ന ബഫറിൻ്റെയും കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ആദ്യം ഒറ്റക്കുള്ള ഒരു വാട്ടർ മോളിക്യൂളിനെ കണ്ടു. അവരെപ്പോഴും എന്ത് ചെയ്യും? ഒരു സ്ലൈറ്റ് ടെൻഡൻസി ഓഫ് അയണൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്ലൈറ്റ് ചാൻസ് അല്ലേ, ടെൻഡൻസി ഓഫ് അയണൈസേഷനിലൂടെ നമുക്കൊരു ഹൈഡ്രജൻ അയണും ഹൈഡ്രോക്സൈഡ് അയണും കിട്ടി. പക്ഷെ പാവം നമ്മുടെ ഹൈഡ്രജൻ അയൺ എന്ന് പറയുന്ന ആ ഫ്രീ പ്രോട്ടോൺ ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ ദ സൊല്യൂഷൻ. അവർക്ക് ഫ്രീ ആയിട്ട് നിൽക്കാണ്ടി പറ്റൂല. സോ ഹൈഡ്രജൻ അയൺ നീഡ് ടു ബി കമ്പൈൻഡ് വിത്ത് എനദർ വാട്ടർ മോളിക്യൂൾ. അതിന് പറയുന്ന പേരാണെന്ത്? ഹൈഡ്രേറ്റഡ് ആവുക. ഇമ്മീഡിയറ്റ്ലി ഹൈഡ്രേറ്റഡ് ആവും ആൻഡ് ദേ ആർ ഫോമിങ് എന്ത്? ഹൈഡ്രോണിയം അയൺ ഫോം ചെയ്യും. So hydrogen bonding between water molecules makes the hydration of the dissociation proteins virtually and instantaneous. അതാണ് ഞാനിപ്പോൾ വരച്ച് കാണിച്ചു തന്നത്. ഓക്കെ, ഈ കൺസെപ്റ്റ് വരെ ക്ലിയർ ആണോ? ഇനി അങ്ങോട്ടേക്ക് പോകുമ്പം ഇച്ചിരി കോംപ്ലിക്കേഷൻ കൂടുമെങ്കിലും കൺസെപ്റ്റ് ഭയങ്കര എന്താ പറയുക, ഇച്ചിരി അല്ല, കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ മൈൻഡിൽ കിട്ടും. ഓക്കെ, സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലൂടെ കണ്ടിന്യൂ ചെയ്യാം. സോ ഇത്ര ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് മാഞ്ഞു പോകും അല്ലേ. എന്ത് കാര്യം പഠിക്കുമ്പോഴും വളരെ പുതിയ കാര്യങ്ങളാണെങ്കിൽ വളരെ സ്ലോലി ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് ഇറ്റ് വിൽ ബി സ്റ്റേ ഇൻ യുവർ മൈൻഡ് ഫോർ ലോങ്ങർ ടൈം. ഓക്കെ, വളരെ ഫാസ്റ്റായ സമയത്ത് കുറേ റഷ് ചെയ്യും നമ്മുടെ മൈൻഡിലൂടെ കുറേ ടോപ്പിക്കുകൾ. അപ്പം അതൊരിക്കലും നമ്മുടെ മൈൻഡിൽ, കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ ഈവൻ അൺകോൺഷ്യസ് മൈൻഡിൽ വരെ നിൽക്കാൻ ചാൻസ് ഇല്ല. സോ ഇന്ന് ഇത്ര ടോപ്പിക്, ഇത്ര ഒരു എന്താ പറയുക, ഇത്ര കൺസെപ്റ്റ് മതിയെന്ന് തോന്നുന്നു. സ്ലോലി ഞാൻ പറഞ്ഞു തരാം എന്താണ് ഈ pH എന്ന ബഫർ എന്ന് പറയുന്നത്. സോ pH ബഫറിൻ്റെ ആ സീരീസിലുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. ഓക്കെ, താങ്ക് യു.